അപ്പൊ നമ്മൾ പെയിന്റിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ്, കുറച്ച് ദൈവികമായ രൂപത്തിന്റെ പെയിന്റിംഗ് ഞങ്ങൾക്ക് കണ്ടായിരുന്നു. അതിനെ പറ്റി ഒന്ന് പറയാമോ? അത് ഞാൻ ഒക്ടോബർ മാസം ഡേവിഡ് ഹാളിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, ബിയോണ്ട് ദ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനകത്തേക്ക് ഞങ്ങൾക്ക് ഒരു 10ഓളം പെയിന്റിങ്സ് ഓരോ ആൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ ചെയ്തെല്ലാം വേറെ വേറെ ടൈപ്പുകളായിരുന്നു. ബുദ്ധൻ്റെ ഉണ്ടായിരുന്നു, ഒരു ലേഡി ഫിഗറിൻ്റെ ഉണ്ടായിരുന്നു, ഒരു മോഡേൺ ആർട്ട് പോലെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അക്വേറിയം, അങ്ങനെയുള്ളതൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാം ഒരു വെറൈറ്റി ചെയ്തു. ദൈവത്തിനെ മറന്നു പോകരുതല്ലോ എന്ന് കരുതിയാൽ ഒരു ദൈവത്തിന്റെ ചെയ്യണമെന്ന് കരുതി. അപ്പൊ ഏറ്റവും സിമ്പിള് എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പനെ വരയ്ക്കുക. മറ്റുള്ള ദേവികൾക്ക് ഒരുപാട് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ വരും. അതിനെ അപേക്ഷിച്ച് ഗുരുവായൂരപ്പൻ പെട്ടെന്ന് നമുക്ക് വരച്ചു തീർക്കാം എന്നുള്ള ഒരു ഇതില് ചെയ്തതാണ് ഞാൻ. അപ്പൊ പിന്നെ ഒരു പെയിന്റ് ലേഡി ഇൻ ദ പോണ്ട്. ലേഡി ഇൻ ദ പോണ്ട്. അത് എങ്ങനെയായിരുന്നു തീം എല്ലാം വന്നത്? അത് അങ്ങനെയില്ല, ഒരു പെയിന്റിങ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ കുറേ പെയിന്റിങ്സുകൾ കുറേ ഇങ്ങനെ നമ്മൾ മ്യൂറൽ കുറേ സെർച്ച് ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ആശയം തോന്നി, അങ്ങനെ ചെയ്തു. പിന്നെ അത് 3 മാസത്തോളം എടുത്തു ഞാൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ പെയിന്റിങ്ങിലൊക്കെ ഒരു ഇന്ത്യൻ കൾച്ചർ ടച്ച് വരണമെന്ന നിർബന്ധത്തോടെ ചെയ്യുന്നതാണോ? അല്ല, എല്ലാം പരീക്ഷിക്കും. ഇന്ത്യൻ ചെയ്യും, എല്ലാം പരീക്ഷിക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ ഈ യൂസ് ചെയ്യുന്ന പെയിന്റിങ്സിന്റെ പ്രത്യേകത എങ്ങനെയൊക്കെയാണ്? ക്യാൻവാസിൽ കൂടുതലും ഞാൻ അക്രിലിക്കാണ് ചെയ്യുന്നത്. അക്രിലിക്ക് ചെയ്യാറുണ്ട്. പിന്നെ മോഡേൺ എക്സ്പ്രസീവ് മീഡിയ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഹൈലൈറ്റർ, അക്രിലിക്കിന്റെ ഹൈലൈറ്റർ മാർക്കറും ഉണ്ട്, അത് യൂസ് ചെയ്യും. ഈ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ലാസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ അക്രിലിക്ക് യൂസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിന് ഒരു ഡാമേജ് വരായിരിക്കാൻ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ വാർണിഷ്. അപ്പൊ എത്ര കാലം നിൽക്കോ? അത് നിന്നോളും. പിന്നെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റോ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കളയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ വെച്ചിട്ട് ഒന്ന് തുടച്ച് കളയോ ചെയ്താൽ മതി, കുഴപ്പമില്ല, ഫെയ്ഡ് ആവില്ല. അപ്പൊ അത് എന്നും പെയിന്റിംഗ് ലോങ് ലാസ്റ്റ് മ്യൂറലി ഇരുന്നോളും. ഇരിക്കും തോറും അതിന് പഴമ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മോഡേൺ ആണെങ്കിൽ ഇങ്ങനത്തെ നമ്മള് ഹാൻഡ് പെയിന്റിങ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവില്ല. പ്രിന്റ് മേടിച്ച് നമ്മൾ വീട്ടിൽ വെക്കുന്നതോറും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കുകയും പെട്ടെന്ന് ഡാമേജ് ആവും. ഹാൻഡ് പെയിന്റിങ്ങിന്റെ അങ്ങനെ ഡാമേജ് ആവില്ല. ഇനി എന്തെങ്കിലും പകർത്തണം അല്ലെങ്കിൽ പെയിന്റ് ചെയ്യണം എന്ന് അത്രയും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ചോറ്റാനിക്കരമ്മദേവിയുടെ ഒരു പെയിന്റിങ് മ്യൂറൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ അതല്ലാണ്ട് ഒരു 3D എഫക്റ്റ്, ഒരു മോസ്ക് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ ഒക്കെ ഇമേജ് എങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടാണോ ആക്കുന്നത്, അതോ റെഫർ ചെയ്യും? കുറേ പിക്ചേഴ്സ് നമ്മൾ റെഫർ ചെയ്യും. എല്ലാ പിക്ചേഴ്സും മ്യൂറൽ നമ്മള് ഇപ്പൊ പഠിച്ചു എന്ന് പറഞ്ഞാലും തീരില്ല. അത് നമ്മൾ പഠിക്കുന്തോറും കൂടുതൽ എനിക്ക് മനസ്സിലാക്കണം അങ്ങനെയാണ്. ഒറ്റ കോഴ്സിന് അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മ്യൂറൽ. പിന്നെ ഒത്തിരി റെഫർ ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പുകൾ വരയ്ക്കും, പല മോഡലുകൾ, പല തീമുകൾ, പിന്നെ അതിൻ്റെ കുറേ ശ്ലോകങ്ങളുണ്ട്, അതിനൊക്കെ ബേസ് ചെയ്ത് ഓരോരുത്തർ വരയ്ക്കും. അപ്പം അതെല്ലാം റെഫർ ചെയ്യും. പിന്നെ നമ്മളുടേതായ ഒരു ശൈലിയിൽ നമ്മൾ വരയ്ക്കും. അപ്പൊ പിന്നെ അക്വേറിയത്തിന്റെ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ? അക്വേറിയത്തിന്റെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. അത് ലൈവായിട്ട് അക്വേറിയം ചെയ്ത് ട്രിവാൻഡ്രം. അതിന്റെ വർക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? അതിന്റെ വർക്ക് നമ്മുടെ കയ്യിലില്ല. അതൊരൊറ്റ വലിയ ക്യാൻവാസിൽ വേൾഡിലെ ലാർജസ്റ്റ് ലൈവ് അക്വേറിയം ചെയ്തതാണ്. അങ്ങനെ അതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയതാണ്. എക്സിബിഷൻ ചെയ്തായിരുന്നോ? എക്സിബിഷൻ ഒരു ചെറിയൊരു അക്വേറിയത്തിന്റെ ഒരു പിക്ചർ ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പൊ ഇനിയും ലൈക്ക് ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഒരുപാട് വർക്ക് നല്ലത് ഇനി ചെയ്യട്ടെ, ഇനിയും ഒരുപാട് സെയിലായി പോകട്ടെ, നല്ല നല്ല കവിതകളായിട്ട് ഞങ്ങളുടെ മുന്നിലോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നിർത്തുന്നതിന് മുന്നേ എഴുതി ഏതെങ്കിലും കവിത 2 വരി ചൊല്ലാമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞാനങ്ങനെ ചൊല്ലുന്ന കൂട്ടത്തിലല്ല, എന്നാലും എഴുതിയ കവിത മതി. നമ്മൾ പുറത്തത്തെ കവിത ഒന്നല്ല ചോദിച്ചല്ല, ഞാൻ അങ്ങനെ ചൊല്ലാറില്ല. എഴുതിയ കവിതകൾ ചൊല്ലാറൊന്നുമല്ല. കവിത അങ്ങനെ ചൊല്ലില്ല. എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രണയമഴ എന്ന് മാഗസിനിലുണ്ടായി, പിന്നെ സ്കൂൾ മാഗസിനിൽ ഉണ്ടായിരുന്നു, കോളേജ് മാഗസിനിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും നല്ലൊരു കവിയായി. പിന്നെ അതിനിപ്പോ ഒരു അവാർഡ് കിട്ടിയതാണ് 2025 ഒരു സൈലൻസ് ബ്ലോസം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു സൈലൻസ് ഈസ് ദ പ്ലീസിംഗ് സൈഡ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് പോയതിന്റെ അങ്ങനെ തുടങ്ങിയത് അത് കവിത. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇനി നല്ലൊരു കവിയായിട്ടും നല്ലൊരു പെയിന്ററായിട്ടും നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന ആളായിട്ടൊക്കെ അറിയപ്പെടട്ടെ. ഇനിയും നല്ല നല്ല അവാർഡുകളും നല്ല അംഗീകാരങ്ങളും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.